ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ കരിയർ വീഡിയോ സീരീസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അങ്ങേയറ്റം പാഷനുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. അതിന് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നല്ല 2 ഉദാഹരണങ്ങൾ പറയുകയുണ്ടായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുതിയ ഒരു അനുഭവ കഥയാണ്. നിങ്ങളിപ്പോൾ ആരുടെ ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? യെസ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MP ഡോക്ടർ ശശി തരൂരിൻ്റെ ഫോട്ടോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് അധികം ആർക്കും അറിയാത്ത ഒരു സ്റ്റോറിയുണ്ട്. കൊൽക്കത്തയിലെ സെൻറ്റ് സ്റ്റീഫൻസ് സ്കൂളിൽ നിന്ന് SSLC പരീക്ഷ പാസ്സായി പുറത്തിറങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എല്ലാ വിഷയത്തിലും 100-ൽ 100 മാർക്ക് ഉണ്ടായിരുന്നു. ആ സ്കൂളിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളിൽ ഒരാളായിരുന്നു ഈ ശശി തരൂർ. അന്ന് ഇദ്ദേഹത്തിൻ്റെ ടീച്ചേഴ്സ് ഇദ്ദേഹത്തിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് കണക്കും സയൻസും അടക്കം എല്ലാ വിഷയത്തിലും 100-ൽ 100 മാർക്കുണ്ട്. ഈ മാർക്ക് വെച്ചുകൊണ്ട് നീ ഏത് സ്കൂളിൽ സയൻസ് ഗ്രൂപ്പിനെ അപേക്ഷിച്ചാലും നിനക്ക് ആ സീറ്റ് കിട്ടും. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോ, നമുക്ക് ഏറ്റവും നല്ല സ്കൂൾ നോക്കി നീ സയൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് അവർ ആ കുട്ടിയെ ഉപദേശിക്കുകയാണ്. പക്ഷേ ആ കുട്ടി അവരോട് പറയാണ്, സർ, എനിക്ക് സയൻസ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമില്ല. എനിക്ക് ഹിസ്റ്ററി ആൻഡ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് ആ ഫീൽഡിലേക്ക് പോകാനാണ് താല്പര്യമെന്ന്. ഇത് കേട്ടപ്പോൾ ടീച്ചേഴ്സൊക്കെ ആകെ ഞെട്ടിപ്പോയി. കാരണം ഇയാളുടെ അത്ര പോലും മാർക്കില്ലാത്ത പല കുട്ടികളും സയൻസ് ഗ്രൂപ്പ് കിട്ടാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സയൻസ് ഗ്രൂപ്പ് കിട്ടാൻ വേണ്ട എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടായിരുന്നിട്ടും അതിനോട് താല്പര്യം കാണിക്കാതെ ആർക്കും വേണ്ടാത്ത, ഒരാൾ പോലും ചേരാൻ താല്പര്യപ്പെടാത്ത, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് നേടിയ കുട്ടികളുടെ അവസാനത്തെ എത്താണിയായിട്ടുള്ള ഈ ഹിസ്റ്ററി ആൻഡ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അതിനോട് ഈ കുട്ടി താല്പര്യം കാണിക്കുന്നത്. പല രീതിയിൽ പറഞ്ഞു നോക്കിയിട്ടും ആ കുട്ടി വഴങ്ങുന്നില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ആ കുട്ടിയോട് അവൻ്റെ പാരൻസിനെ കൂട്ടി വരാൻ വേണ്ടി പറഞ്ഞു. അവർ പാരൻസിനെ വിളിച്ചു വരുത്തി. അങ്ങനെ ഈ ശശി തരൂരിൻ്റെ അച്ഛനായ ചന്ദ്രൻ തരൂരും അമ്മ ലില്ലി തരൂരും കൂടി ഈ മകൻ്റെ സ്കൂളിലേക്ക് എത്തുകയാണ്. അവരോടും ഈ ടീച്ചേഴ്സ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ മകന് ഈ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും ടോപ്പ് ക്ലാസ് സ്കൂളിൽ തന്നെ +2-ന് സയൻസ് ഗ്രൂപ്പിൽ ചേരാനുള്ള മാർക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ മകൻ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കേൾക്കാതെ അവൻ വാശി പിടിക്കുന്നത് അവന് ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എടുത്തിട്ട് അത്തരം ഫീൽഡിലേക്ക് പോകണമെന്നാണ്. അതൊരിക്കലും ഒരു നല്ല തീരുമാനമല്ല. നിങ്ങളുടെ മകൻ ഹിസ്റ്ററിയോ സയൻസ് ഗ്രൂപ്പോ എടുത്ത് പഠിക്കേണ്ട ആളല്ല, അവൻ മെഡിസിൻ പഠിച്ച് ഡോക്ടർ ആവേണ്ട ആളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അവനെ ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പുറകെ പോകാൻ അനുവദിക്കരുത്. അവൻ സയൻസ് ഗ്രൂപ്പ് എടുത്ത് ഡോക്ടർ ആവുന്ന കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണമെന്നാണ് ആ ടീച്ചേഴ്സ് ആ രക്ഷിതാക്കളെ ഉപദേശിക്കുന്നത്. അന്ന് രാത്രി വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ഈ അച്ഛനും അമ്മയും മകനെ വിളിച്ചെത്തി സംസാരിക്കുകയാണ്, മോനെ, നിൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും പറയുന്നത് നിൻ്റെ ഈ മാർക്ക് വെച്ചുകൊണ്ട് നിനക്ക് സയൻസ് ഗ്രൂപ്പിന് തന്നെ അഡ്മിഷൻ കിട്ടുമെന്നാണ്. അത് പഠിച്ച് ഒരു ഡോക്ടർ ആയാലാണ് നിൻ്റെ ഭാവി സുസ്ഥിരമാവുക എന്നുള്ളതാണ്. ഞങ്ങളുടെയും ആഗ്രഹം നീ ഒരു ഡോക്ടറായി കാണണമെന്നാണ്. അതുകൊണ്ട് മോനെ, നീ നിന്റെ തീരുമാനമൊന്ന് പുനഃപരിശോധിക്കണം. നീ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് ഒരു ഡോക്ടർ ആവണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ മകൻ അച്ഛനോടും അമ്മയോടും പറയാണ്, നിങ്ങളുടെ രണ്ടുപേരുടെയും സന്തോഷത്തിന് വേണ്ടി ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് ഡോക്ടറാവാം. പക്ഷേ അവിടെ ഞാനൊരിക്കലും ഹാപ്പി ആയിരിക്കില്ല. എൻ്റെ സന്തോഷവും നിങ്ങൾക്ക് വലുതാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന പ്രകാരം ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് ആ മേഖലയിലേക്ക് ചുവടുവയ്ക്കാൻ എന്നെ അനുവദിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. മകൻ്റെ ആ തീരുമാനത്തിന് മുമ്പിൽ ഒടുവിൽ ഈ രക്ഷിതാക്കൾക്ക് മുട്ടുമടക്കേണ്ടി വരികയാണ്. അവൻ്റെ ആഗ്രഹത്തിന് അവരവനെ വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് പഠിച്ച് അവിടുന്ന് പടിപടിയായി കയറി വന്ന് അതേ ഫീൽഡ് തന്നെ ഡോക്ടറേറ്റ് നേടി പല ഉയർന്ന തസ്തികകളിൽ സേവനമനുഷ്ഠിച്ച് ഒടുവിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പദവിയുടെ തൊട്ടടുത്ത് വരെ എത്തിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പൊതുപ്രവർത്തകനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ശശി തരൂരിൻ്റെ കഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒരുപക്ഷെ ആ അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി ആ കുട്ടി ഒരു ഡോക്ടർ ആവാനോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാനോ ശ്രമിച്ചിരുന്നെങ്കിൽ തനിക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം കടിച്ചു പിടിച്ച് നിന്നുകൊണ്ട് തൻ്റെ ജീവിതം തള്ളി നീക്കുന്ന ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ട് ഡോക്ടർ തരൂർ മാറുമായിരുന്നു. നേരെ മറിച്ച് തൻ്റെ മാതാപിതാക്കളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട മേഖലയായ ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്നൊരു വഴിത്താര അദ്ദേഹം തിരഞ്ഞെടുത്ത് അതിലൂടെ സധൈര്യം മുമ്പോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് എത്താവുന്നതിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ എത്താനും സാധിച്ചു. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല രാഷ്ട്രതന്ത്രജ്ഞനും നല്ല ഒരു ചരിത്ര ഗവേഷകനും മികവുറ്റ ഒരു എഴുത്തുകാരനുമായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. താൻ കൈവച്ച മേഖലയിലെല്ലാം തന്നെ സ്തുത്യർഹമായ വിജയം കൈവരിക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചു. ഈ ഒരു തിരഞ്ഞെടുപ്പും ഈ ഒരു ചങ്കൂറ്റവുമാണ് ശശി എന്ന ചെറുപ്പക്കാരനെ ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ശശി തരൂർ എന്ന് പറയുന്ന ഡിപ്ലോമാറ്റാക്കി മാറ്റിയത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കൊരു വിഷയത്തിൽ അദമ്യമായ താല്പര്യമുണ്ടെങ്കിൽ, അടങ്ങാത്ത ആഗ്രഹമുണ്ടെങ്കിൽ, അതിനോട് വല്ലാത്തൊരു അഭിവാഞ്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് നല്ല രീതിയിൽ പഠിച്ചെടുക്കാനും
ആ തൊഴിൽ മേഖലയിൽ വിജയം കൈവരിക്കാനും സാധിക്കും. ഇന്ന് ശശി തരൂർ എങ്ങനെയാണോ തൻ്റെ സ്വപ്നങ്ങളെ വെട്ടിപ്പിടിച്ചത്, അതുപോലെ നമുക്കും നമ്മുടെ മക്കൾക്കും അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും അതിനോട് നമുക്ക് വെറുമൊരു താല്പര്യം എന്നതിനപ്പുറത്തായിട്ട്, ആരൊക്കെയോ പറഞ്ഞത് കേട്ടത് കൊണ്ടുണ്ടായ ഒരു ചെറിയൊരു താല്പര്യം എന്നതിനപ്പുറത്തായിട്ട് അതിനോട് വളരെ ആഴത്തിലുള്ളൊരു അഭിനിവേശം, അടങ്ങാത്തൊരു താല്പര്യം, ഇന്നേറ്റ് ആയിട്ടുള്ളൊരു പാഷൻ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. കൂടുതൽ കഥകളും ഉദാഹരണങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.